ഹസന ഉംറ സംഘം ഇന്ന് ഹറമിൻ്റെ പരിസരത്തുള്ള മറ്റു സിയാറകളിലാണ്. ഈ സിയാറ അവസാനിക്കുക ജന്നത്തുൽ മുഅല്ലയിലായിരിക്കും. അങ്ങനെ ആ ഒരു സിയാറയുടെ തുടക്കമായി പ്രഭാതത്തിൽ തന്നെ 6:30 ആയപ്പോഴേക്കും എല്ലാവരും ഇറങ്ങി. ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ പരിശുദ്ധ ഹറമിൽ വേഗം എല്ലാ സ്ഥലങ്ങളിലും ഗേറ്റ് അടക്കുന്നതുകൊണ്ട് ആദ്യം വേഗം പോയി എല്ലായിടങ്ങളും ചരിത്രങ്ങളും മനസ്സിലാക്കി നമുക്ക് തിരിച്ചു വരേണ്ടതുണ്ട്. പരിശുദ്ധമായ ഹറമിലേക്ക് നമ്മുടെ റൂമിൽ നിന്ന് ചെറിയ ദൂരമേ ഉള്ളൂ, കാര്യമായ ദൂരമില്ല. അതായത് മലയാളികൾ താമസിക്കുന്ന ആദ്യത്തെ ഏരിയ അതാണ് നമ്മുടെ റൂമിൽ. കണ്ടില്ലേ, പരിശുദ്ധ ഹറമിൻ്റെ മസ്ജിദുൽ ഹറാമിൻ്റെ സൈഡിലൂടെ വലത് സൈഡിലൂടെ പോയിട്ടാണ് നമ്മുടെ ചരിത്ര സ്ഥലങ്ങളിലൂടെ ഉള്ള യാത്ര. ആദ്യം ഹബീബായ തങ്ങളുപ്പാപ്പയുടെ 35 വയസ്സ് മുതൽ ആരംഭിച്ച് തങ്ങളുപ്പാപ്പയുടെ 63 വയസ്സ് വരെ നമ്മുടെ യാത്ര ശരാശരി പോകുന്നതായിരിക്കും. സ്വപ്നം സാഫല്യം ഒരുങ്ങാം കൂടെ ഹസന ഹോളിഡേയ്സ്, വിശ്വാസം സുദൃഢം ഇറങ്ങാം കൂടെ ഹസന ഹോളിഡേയ്സ്. മഖബൂലും മബ്റൂറും സിയാറത്ത് ചെയ്യാം, മക്ക മദീന കഅബ കണ്ട് സായുജ്യം. സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുപ്പാപ്പാക്ക് 35 വയസ്സായി. അപ്പോൾ നമ്മൾ ഹബീബിൻ്റെ 35ാമത്തെ വയസ്സിലേക്ക് നമ്മുടെ മനസ്സ് കൊണ്ടുവരട്ടാം. ആരംഭപ്പൂവായ തങ്ങൾക്ക് 35 വയസ്സായപ്പോഴാണ് അന്ന് മക്കയിൽ പലപ്പോഴും പരിശുദ്ധമായ കഅബാലയം എന്തായുണ്ട് തകർന്നിട്ടുണ്ട്, പുനർനിർമ്മിച്ചിട്ടുണ്ട് പല സമയങ്ങളിലായിക്കൊണ്ട്. അപ്പോൾ അതിൽ ഹബീബായ തങ്ങളുപ്പാപ്പാക്ക് 35 വയസ്സുള്ള സമയത്ത് അന്നുള്ള ഇവിടുത്തെ ഗോത്രക്കാർ പരിശുദ്ധമായ കഅബയെ പുനർനിർമ്മിക്കുകയാണ്. അങ്ങനെ ഇതൊക്കെ ഇബ്രാഹിം നബി അലൈഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശേഷമുള്ള വിഷയമാണ്. അപ്പം പുനർനിർമ്മിക്കുന്ന സമയത്ത് എല്ലാവരും കൂടെ കഅബ എല്ലാം പുനർനിർമ്മാണം എല്ലാം ഒരുമിച്ച് ചെയ്തു. അതിനുശേഷം ഹജറുൽ അസ്വദ് ഇനി ആരെടുത്തു വെക്കും? അന്ന് കാലത്തെ എല്ലാവർക്കും ഹജറുൽ അസ്വദിനോട് പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, അതൊരു വലിയ മഹത്വമുള്ള എന്നുള്ള വിശ്വാസം എല്ലാവർക്കും ഉണ്ട്. ഇത് ഞാൻ ആരെടുത്തു വെക്കും എന്നുള്ള ആ ഒരു ചർച്ച വന്നപ്പോൾ ഓരോ ഗോത്രക്കാരും അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങളെടുത്ത് വെക്കാൻ തർക്കം വന്നുപോയി. അങ്ങനെ തർക്കം വന്നപ്പോൾ പിന്നെ എന്ത് തീരുമാനിച്ചു? അങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും എടുത്തു വെക്കാൻ ആഗ്രഹം ഉണ്ടല്ലോ. അപ്പം അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്യുക. എന്നിട്ട് കാരണം ഒരു കല്ലാണ്, ഇതിപ്പോൾ എല്ലാവരും എടുത്തൊക്കെ നടക്കൂല. അപ്പം ഞാൻ എടുത്തു വെക്കണമെന്ന് തീരുമാനിക്കണമെങ്കിൽ അന്നത്തെ കാലത്തൊക്കെ യുദ്ധം എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായ ഒന്നാണ്. നമ്മൾ ഇന്നത്തെ ഭാവിക്കരുത് കേട്ടോ. അപ്പോൾ യുദ്ധം ചെയ്തിട്ട് ആരാണോ ജയിക്കുന്നത് അവരെന്ത് ചെയ്യുക, ആ ഗോത്രക്കാർ ആ കല്ലെടുത്ത് വെക്കാൻ തീരുമാനമായി. അങ്ങനെ തീരുമാനിച്ചപ്പോൾ ആ കൂട്ടത്തിൽ സീനിയേഴ്സ് പ്രായമുള്ളവരുണ്ടാവില്ല, അവരെല്ലാം എല്ലാത്തിൻ്റെയും നല്ല വശം പറഞ്ഞുതരാം. അപ്പോൾ അവർ പറഞ്ഞു, നമ്മളിപ്പോൾ ഈ പരിശുദ്ധമായ കഅബയെ പുനർനിർമ്മിച്ചു, രണ്ടാമത് റെഡിയാക്കില്ലേ, ഞങ്ങൾക്ക് ഈ ഹജറുൽ അസ്വദ് വെക്കുന്ന സമയത്ത് മാത്രം നമ്മളെന്തായി പോയത് രക്തം ചിന്തുന്ന ഒരവസ്ഥ ഉണ്ടാവണ്ട, അത് നല്ലതല്ല. അതുകൊണ്ട് നമുക്ക് ആ ഒരു തീരുമാനം മാറ്റാം. ഇപ്പം എല്ലാവരും ഉള്ളത് എവിടെയാണ്? പരിശുദ്ധ കഅബയുടെ മുറ്റത്തുള്ളത്. അപ്പം നമ്മളെല്ലാവരും മനസ്സ് പരിശുദ്ധ കഅബയുടെ മുറ്റത്തേക്ക് പോകണം. പോയോ? എവിടെ നിൻ്റെ മനസ്സ് പെടാനുള്ളത്? പരിശുദ്ധ കഅബയുടെ മുറ്റത്തേക്ക് വന്നാൽ ഞാൻ പറഞ്ഞ വിഷയത്തിൻ്റെ റിയാലിറ്റി മനസ്സിലാവട്ടാം. അപ്പോൾ പരിശുദ്ധ കഅബയുടെ മുറ്റത്ത് നിന്ന് അവർ തീരുമാനിച്ചു, നമുക്കൊരു കാര്യം ചെയ്യാം, ആ കാണുന്ന വാതിലിലൂടെ ഇനി ആരാണോ ആദ്യം വരുന്നത്, ആരുമാവാം, ഇന്നത്തെ കാലത്തെ പോലെ വാട്സപ്പ് സംവിധാനമൊന്നുമില്ല, ആരുമാവാം, അവർ എന്ത് തീരുമാനമാണോ പറയുന്നത് അത് നമുക്ക് സ്വീകരിക്കാം. ഈ ഒരു ഫൈനലെത്തി. അപ്പോൾ എല്ലാവരും അംഗീകരിച്ചു. കാരണം എന്താ വെച്ചാൽ ആരും ഏൽപ്പിച്ചിട്ടില്ല, ആരാണോ എന്താ പറയുക തീരുമാനിക്കുക. അങ്ങനെ എല്ലാവരും പരിശുദ്ധമായ കഅബയിൽ നിന്ന് എല്ലാവരും നേരെ തിരിഞ്ഞ് ഈ കാണുന്ന ഗേറ്റിൻ്റെ അങ്ങോട്ട് തിരിഞ്ഞിക്കാം. കഅബ അകത്തല്ലേ, അവിടെ കയറിക്കാം. എല്ലാവരും ഇങ്ങനെ ആകാംക്ഷയോടെ ആര് വരും പ്രതീക്ഷയോടെ നിൽക്കുമ്പോഴാണ് ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുപ്പാപ്പ വരുന്നത്. അന്ന് മക്കക്കാർക്ക് ഹബീബല്ല, അവർക്കെന്താ അൽ അമീനാണ്. അതെന്നാ ഹബീബായ തങ്ങളുപ്പാപ്പ അൽ അമീനാണ്, അതായത് മക്കക്കാർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളാണ്. അൽ അമീനാണ്. മുഹമ്മദ് കളവ് പറയില്ല, അതാണ് അവരുടെ വിശ്വാസം. ഞാൻ ഈ മുഹമ്മദ് എന്ന പ്രയോഗം ഒരിക്കലും അദബുകളുടെ ശൈലിയിലാണ്, ഞാൻ അവരുടെ റിയാലിറ്റിയാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ മുഹമ്മദ് കള്ളം പറയില്ല, നീതിമാൻ, അവർക്ക് എല്ലാവർക്കും അറിയാം. അങ്ങനെ നിൽക്കുന്ന സമയത്ത് മുത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കയറി വരുന്നത് കണ്ടപ്പോൾ അവർക്ക് എല്ലാവർക്കും സമാധാനമായി. മുഹമ്മദ് എന്തായാലും നമുക്ക് പറ്റിയ നീതിയെ പറഞ്ഞിട്ടുള്ളൂ. അവരെല്ലാവരും ആകാംക്ഷയോടെ ഹബീബായ തങ്ങളോട് പറഞ്ഞു, ഉണ്ടായ സംഭവങ്ങൾ പറഞ്ഞു, ഹജറുൽ അസ്വദ് വെക്കാനുള്ള വിഷയം പറഞ്ഞു. അപ്പം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുപ്പാപ്പയുടെ ഷോൾഡർ ഉണ്ടായിരുന്ന ആ ഷാള് വിരിച്ചു കൊടുത്തിട്ട് തങ്ങളുപ്പാപ്പ എന്ത് ആ കല്ലിൽ വെക്കാൻ പറഞ്ഞു. 4 മൂലയിൽ നിന്നും 4 ഗോത്രക്കാരോട് അത് പിടിക്കാൻ പറഞ്ഞു. അങ്ങനെ അവർ ഹജറുൽ അസ്വദിനെ കയറ്റി വെച്ചു. വലിയൊരു നീതി അവിടെ നടപ്പിലായി. അന്ന് ഹബീബായ തങ്ങളുപ്പാപ്പ വന്ന വഴിയാണ് ബാബുൻ നബി എന്ന് പറയുന്ന ഈ കാണുന്ന ഗേറ്റ്, ബാബുൻ നബി. തങ്ങൾക്ക് 35 വയസ്സ് കഴിഞ്ഞില്ലേ, 40 വയസ്സിലേക്കാണ് ഹബീബായ തങ്ങളുപ്പാപ്പ. അപ്പൊ 5 വർഷം ശേഷമുള്ള നമ്മളെ വിഷയത്തിൽ വരട്ടാ. അപ്പൊ മുത്തനബിക്ക് ഇന്ന് 40 വയസ്സായിട്ടുണ്ട്.
മുത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നുബൂവത്ത് കിട്ടിയത് എത്രാമത്തെ വയസ്സിലാണ്? 40 വയസ്സ് അല്ലേ? 40 വയസ്സിൽ നുബൂവത്ത് കിട്ടി, ഇന്നാണ് കിട്ടി, നാളെ ഒറ്റയ്ക്ക് മുത്തായ തങ്ങൾ പ്രബോധനം തുടങ്ങിയിട്ടില്ല. അങ്ങനെ അല്ലായിരുന്നു ഇസ്ലാമിൻ്റെ പ്രബോധന ശൈലിയും. ഇസ്ലാമിൻ്റെ പ്രബോധന ശൈലി എന്ന് പറഞ്ഞാൽ ആദ്യ കാലങ്ങളിൽ വളരെ രഹസ്യമായിക്കൊണ്ട് പിന്നീട് പരസ്യമായിക്കൊണ്ട് അങ്ങനെയായിരുന്നു ശൈലി. അങ്ങനെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുപ്പാപ്പാക്ക് 40-ാം വയസ്സിൽ നുബൂവത്ത് ലഭിച്ചു. 3 വർഷം തങ്ങളുപ്പാപ്പ രഹസ്യമായി ദീനീ പ്രബോധനം നടത്തിയ സ്ഥലമാണ് ആ കാണുന്ന ഈ കാണുന്ന സ്ഥലമല്ലേ, അതായത് സൊഫ നിൽക്കുന്ന സ്ഥലട്ടാ. ഈ സൊഫ ഈ കാണുന്ന സൊഫ നിങ്ങൾ ചതുരം കണ്ടില്ലേ? അർഖം ഇബ്നു അർഖം എന്ന് പറയുന്ന ആ സ്ഥലത്തിന് പറയാം. അർഖം ഇബ്നു അർഖം റളിയല്ലാഹു അൻഹു പറയുന്ന സ്വഹാബത്തിന്റെ വീടിനായ സ്ഥലം അത് സൊഫ. ആ കാണുന്ന സ്ഥലം മറുവ. ഇതിന്റെ ഇടയിൽ നമ്മൾ നടക്കുന്ന സ്ഥലമാണ്. ആ 2 കുന്നുള്ള കാര്യമാണ്. അപ്പോൾ സൊഫ എന്ന് പറയുന്ന സ്ഥലത്തിന് പറയുന്ന മറ്റൊരു പേരാണ് അർഖം ഇബ്നു അർഖം എന്ന്. അർഖം ഇബ്നു അർഖം റളിയല്ലാഹു അൻഹുവിന്റെ വീടുണ്ടായിരുന്ന സ്ഥലം, അതായത് അതിൻ്റെ താഴ്വശട്ടാം. അപ്പോൾ അവിടെയായിരുന്നു ഹബീബായ തങ്ങൾ 3 വർഷം ദീനീ പ്രബോധനം നടത്തിയത്. അവിടുന്നാണ് എന്തുണ്ടായത്, നമ്മൾ ഉമർ റളിയല്ലാഹു അൻഹു ഹബീബായ തങ്ങൾ പാപ്പാൻ്റെ തല വെട്ടാൻ വേണ്ടി വന്ന സംഭവം കേട്ടില്ലേ നിങ്ങൾ? കേട്ടില്ലേ? അപ്പോൾ ആ സമയത്തൊക്കെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പാപ്പാനെ ഉമർ തങ്ങൾ പാപ്പ നേരിടാൻ വേണ്ടി വന്നിരുന്ന സ്ഥലമൊക്കെ ആ ഏരിയയാണ്. അവിടുന്നാണ് ഇസ്ലാമിൽ ആദ്യമായി ഇസ്ലാം സ്വീകരിച്ച പലരും ഇസ്ലാം മതം സ്വീകരിച്ചു. എന്താണ് ഈ അർഖം റളിയല്ലാഹു അൻഹുവിന്റെ വീട് തിരഞ്ഞെടുക്കാൻ കാരണം വെച്ചാൽ, അർഖം റളിയല്ലാഹു അൻഹു അന്ന് ആരായിരുന്നു? അബൂജഹലിന്റെ കുടുംബത്തിൽപ്പെട്ടവരായിരുന്നു. ആദ്യം ഇസ്ലാം മതം സ്വീകരിച്ചവരിൽ പെട്ടവരാണ്. അപ്പോൾ അവരുടെ വീട്ടിൽ ദീനീ പ്രബോധനം നടത്തുമ്പോൾ അബൂജഹലിനും സംഘത്തിനും സംശയം വരൂലല്ലോ, തെറ്റിദ്ധാരണ വരൂലല്ലോ. ഞങ്ങൾ ഏകദേശം കണ്ടറിഞ്ഞതിന് ശേഷം പിന്നീട് ഞങ്ങൾ ചെന്നത് ജന്നത്തുൽ മുഅല്ലയിലേക്കായിരുന്നു. ജന്നത്തുൽ മുഅല്ലയുടെ വീഡിയോ ഇൻഷാ അല്ലാഹ് കാണാം.